ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലെ കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രോക്കോളി ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു സ്റ്റിർ ഫ്രൈ ആണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതൊരു ഡ്രൈ കറിയാണ്. ഇതിൽ ഞാൻ സവാളയോ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ബ്രോക്കോളി സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ബ്രോക്കോളിയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഷ്ണങ്ങളായിട്ട് അടർത്തി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 2 വലിയ ഉരുളക്കിഴങ്ങാണ്. അത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ഇപ്പോൾ പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം കൂടി ഇട്ട് പൊട്ടിക്കാം. ജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്തതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഒരു പകുതി കുക്ക് ആവുന്ന വരെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടറ്റോയുടെ പുറമൊക്കെ കുറച്ച് ബ്രൗൺ ആയി പൊട്ടറ്റോ പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ബ്രോക്കോളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ബ്രോക്കോളി ഇട്ട് വഴറ്റാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം കഷ്ണങ്ങളിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് മൂടി മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ ഇതേപോലെ മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് മൂടി മാറ്റി ഇളക്കി കൊടുക്കണം. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാത്ത കാരണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പൊ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബ്രോക്കോളി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കറി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ കറിയിൽ നമ്മൾ സവാളയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ചോറിന്റെ കൂടെയാണെങ്കിലും ലൈം റൈസിന്റെ കൂടെയൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ്. ഡ്രൈ ആയിട്ടുള്ള കറി ആയത് കാരണം നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.